അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഒഴിച്ചേറിയാണ്. അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒഴിച്ചേറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വഴുതനങ്ങയും തക്കാളിയും സവാളയൊക്കെ കൊണ്ടാണ്. കിടിലൻ ടേസ്റ്റ് ആണ്. നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ കൂട്ടുകാരെ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിന് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ഇത് എങ്ങനെ ചെയ്തത് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പൊ നമ്മൾ ചട്ടി ഒന്ന് ചൂടായി വന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 വറ്റൽമുളക്, ഇനി ഒരു കരിയാപ്പില, ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ കഥയിലെ മെയിൻ കഥാപാത്രമായ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്. ഇനി നമുക്കൊരു 1 കപ്പ് വെള്ളം, ഈ പാകം അനുസരിച്ചുള്ള ഉപ്പ് എല്ലാം കൂടെ ഒന്ന് തട്ടിക്കൂട്ടി ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. അതിന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു 3 പച്ചമുളക് 2ആയിട്ട് കയറിയത് അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്കൊരു വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. തക്കാളിക്ക് ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പൊ വീണ്ടും 2 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന തൈരാണ്. നല്ല കട്ട തൈര്. ഈ സമയത്ത് നമുക്ക് തീ ഏറ്റവും അവസാനം കുറച്ചങ്ങ് വെക്കണം. തീ നമുക്ക് ഇനി ആവശ്യമില്ല. നമുക്ക് എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു തണ്ട് കറിവേപ്പിലാണ്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇന്ന് വേണമെങ്കിൽ ഇതിനകത്ത് വെള്ളം ചേർക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. അപ്പൊ ഇത് തന്നെ കറക്റ്റ് പരുവാണ്. ഇതെന്ന് പറയാൻ നമുക്ക് ചോറിന്റെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലൊക്കെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പിന്റെയും എല്ലാം ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉപ്പിന്റെയൊക്കെ ടേസ്റ്റ് ഒക്കെ ഉപ്പ് പുളിയൊക്കെ ഇടാം. ഇച്ചിരി ഉപ്പിന് കുറവുണ്ട്. ഒരു നുള്ളുപ്പും കൂടെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.